ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ ചാക്കിൽ ചേന കൃഷിക്ക് വളം കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ചാക്കിലെ ചേന കൃഷി. 2 ചാക്കിലായിട്ടാണ് ഞാൻ ചേന നട്ടു കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം നന്നായിട്ട് നല്ല ആരോഗ്യത്തിൽ വളർന്നു വന്നിട്ടുണ്ട്, ഇലയൊക്കെ ആയിട്ടുണ്ട്. അടുത്തത് ഒരെണ്ണം ചെറുതാണ്, എങ്കിലും അതിനും ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ചാക്കിലൊക്കെ നമ്മൾ ചേന നട്ടു കൊടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചാക്കിൽ ചേന നട്ടു കൊടുക്കുന്നത്. ചെറുകിഴങ്ങും കാച്ചിലുമൊക്കെ ഞാൻ ചാക്കിൽ കഴിഞ്ഞ വർഷമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചേനയും കൂടെ ഇതുപോലെയൊന്നും ഞാൻ നട്ടു നോക്കിയതാണ്. നമുക്ക് ചേനയ്ക്ക് പെട്ടെന്ന് തന്നെ മുള വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേന ഞാൻ മുള വരുന്നതിന് മുമ്പാണ് നട്ടു കൊടുത്തത്. അങ്ങനെ നട്ടു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് മുള വരുന്നതിന് വേണ്ടി ഞാൻ പച്ചച്ചാണകം പുളിപ്പിച്ചിട്ട് അത് നീർപ്പിച്ച് നമ്മുടെ ഈ ചേനയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചേനയ്ക്ക് പെട്ടെന്ന് മുള വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചാക്കിലൊക്കെ കൃഷി ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്. ചാക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് മണ്ണൊക്കെ അധികം നിറയ്ക്കാതെ കരിയിലകൾ നന്നായിട്ട് നിറച്ച് കൊടുത്തിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയുമൊക്കെ ഉപയോഗിച്ചാൽ മതി. പിന്നീട് നമുക്ക് ഈ ചാക്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത മണ്ണും അതുപോലെ കരിയിലയൊക്കെ താഴേക്ക് താഴ്ന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കരിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാനങ്ങനെ നമ്മുടെ ചേനയുടെ ചൂട്ടിൽ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. പച്ചിലകളൊക്കെ പറിച്ചിട്ടത്, അത് ഉണങ്ങിയതും അതുപോലെ തന്നെ കരിയിലയൊക്കെയാണ് ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെയൊക്കെ നമുക്ക് സ്ഥലമില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചേനയൊക്കെ ഇതുപോലെ മുറ്റത്തൊക്കെ 2 ചൂടൊക്കെ നട്ടു കൊടുക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ വരെയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. അത് കണ്ടോ, ഇപ്പം നമുക്കിനി ചേനയ്ക്ക് വളം കൊടുക്കണം. അപ്പം ചാക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വലിപ്പമുള്ള ചേനയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ചേനയ്ക്കൊക്കെ ഒന്ന് വളം കൊടുക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ പച്ചച്ചാണകം പുളിപ്പിച്ചതൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വളം ചെയ്ത് കൊടുക്കാം. വളം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ, അത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മീതെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം. അത് ആ മണ്ണും ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചാക്കിലൊക്കെ കൃഷി ചെയ്യണേ നമുക്ക് സ്വന്തമായിട്ടൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. കുഴിയൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് കേട്ടോ. ഞാനിതൊക്കെ തന്നെയാണ് മണ്ണെല്ലാം കളക്ട് ചെയ്തിട്ട് ചാക്കിലൊക്കെ ഇതുപോലെ നിറച്ച് കൃഷി ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വഴിയായിട്ട് ഈ ചാണകപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു പാത്രം ചാണകപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വളമൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല വലിപ്പമുള്ള ചേനയൊക്കെ കിട്ടുകയുള്ളൂ. അടുത്ത ചുവട്ടിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മണ്ണൊക്കെ ആദ്യം തന്നെ നമ്മൾ ഒത്തിരി നിറച്ചൊന്നും ചേനയൊന്നും നട്ടു കൊടുക്കേണ്ട കാര്യമില്ല. ചാക്കിലൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ആയിട്ട് വീണ്ടും മീതെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിന് മീതെ മണ്ണിട്ട് കൊടുക്കാം. മണ്ണെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓണമൊക്കെ ആകുമ്പോഴത്തേന് 2 ചേനയൊക്കെ വിളവെടുക്കാനായിട്ടും സാധിക്കും. എന്നിട്ട് ചുവട്ടിലും കൂടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമ്മുടെ കരിയിലയൊക്കെ വളമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ വീണ്ടും ഇതിങ്ങനെ താഴേക്ക് താഴ്ന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ചാണകപ്പൊടിയും മണ്ണും കൂടെ അതിൻ്റെ മീതെ ഇട്ട് കൊടുത്താൽ മതി. ചേന നിങ്ങളെല്ലാവരും കൃഷി ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ആരെങ്കിലും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇനിയൊക്കെയാണെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാം. ചേന കിട്ടുമെങ്കിൽ നിങ്ങളും 1 ചുവടോ 2 ചുവടോ ഒക്കെ ഇതുപോലെ ചാക്കിലൊക്കെ ആണെങ്കിലും ഒന്ന് നട്ടു വയ്ക്കാനായിട്ട് ശ്രമിക്കണം.
നമുക്ക് ഓണമൊക്കെ ആകുമ്പോഴത്തേന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അത് തന്നെയല്ല, നമുക്കിതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്നതിൽ നിന്ന് നല്ല ഹാപ്പിനെസ്സാണ് ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെയാണെങ്കിലും ഞാൻ ഈ ചേന നട്ടതിന് ശേഷം പെട്ടെന്ന് ചേനയ്ക്ക് മുള വന്ന് കിട്ടിയപ്പോൾ അത് കാണുന്നത് നമുക്കൊരു സന്തോഷമാണ്. പിന്നെ ഇതിൻ്റെ തണ്ട് വിലയും വരുന്നത് കാണുമ്പോഴും നമുക്ക് സന്തോഷമാണ്. ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ് അതിലൂടെ കിട്ടുക. ഇനിയിപ്പം നമുക്ക് ഇത് വളർന്ന് ഇനി വിളവെടുക്കുന്ന സമയത്ത് അതിലും വലിയ ഹാപ്പിനെസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ഇതുപോലെ എല്ലാ കൂട്ടുകാരും ചെറിയ രീതിയിലൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.